Welcome to Learnino. I am Mitna Murali. Today's topic is types of resistors. So, we are discussing types of resistors. There are mainly two basic types. What are they? Linear resistors and non-linear resistors. So, we are discussing in this class about linear resistors. What are different types of linear resistors? And next one, non-linear resistors and its types. Okay. So, first type is linear resistor. What do you mean by linear resistor? Linear resistor is a resistor in which current value is directly proportional to applied voltage. That means it obeys Ohm's law. So, linear resistor എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ കറണ്ട് വാല്യൂ അപ്ലൈഡ് വോൾട്ടേജിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ ഓംസ് ലോയ്ക്കുള്ളത്. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. സോ linear resistor എന്തായിരിക്കും? ഓംസ് ലോ ഒബേ ചെയ്യുന്ന റെസിസ്റ്റർ ആയിരിക്കും. Then linear resistors are classified into two. There are two types of linear resistors. What are they? Fixed resistors and variable resistors. രണ്ട് ടൈപ്പാണ് ലീനിയർ റെസിസ്റ്റേഴ്സ് ഉള്ളത്. ഫിക്സഡ് റെസിസ്റ്റേഴ്സും വേരിയബിൾ റെസിസ്റ്റേഴ്സും. ഓക്കെ. സോ ലീനിയർ റെസിസ്റ്ററിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് എന്ത്? ഫിക്സഡ് റെസിസ്റ്റർ. വാട്ട് യു മീൻ ബൈ ഫിക്സഡ് റെസിസ്റ്റർ? ഫിക്സഡ് റെസിസ്റ്റർ ഈസ് ആൻ റെസിസ്റ്റർ which has a specific value and we cannot change the value of fixed resistors. ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് വാല്യൂ ഉണ്ടാവും, ഒരു സ്പെസിഫിക് വാല്യൂ ഉണ്ടാവും. അത് ഉണ്ടാക്കുമ്പോൾ തന്നെ അല്ല, ആ റെസിസ്റ്റർ ബിൽഡ് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു സ്പെസിഫിക് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. അത് നമുക്ക് മാനുവലി ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സർക്യൂട്ട് അനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു റെസിസ്റ്ററിനെയാണ് ഫിക്സഡ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിക്സഡ് റെസിസ്റ്റർ. മെയിൻലി ദർ ആർ 4 ടൈപ്സ്. ഏതൊക്കെയാണ്? Carbon composition, wire wound, thick film, thin film. ഓക്കെ, ഏതൊക്കെയാണ്? കാർബൺ കോമ്പോസിഷൻ, വയർ വൗണ്ട്, തിക്ക് ഫിലിം ആൻഡ് തിൻ ഫിലിം. എഗെയിൻ തിക്ക് ഫിലിമിന് തിൻ ഫിലിമിനും റെസിസ്റ്റേഴ്സിനും വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തിക്ക് ഫിലിം റെസിസ്റ്റേഴ്സിന് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ? എന്തൊക്കെയാണ്? ഫ്യൂസിബിൾ റെസിസ്റ്റർ, സെർമറ്റ് ഫിലിം, മെറ്റൽ ഓക്സൈഡ്. ദെൻ തിൻ ഫിലിം ഏതൊക്കെ ടൈപ്പാണ്? കാർബൺ ഫിലിം ആൻഡ് മെറ്റൽ ഫിലിം. ഓക്കെ, സോ ഇതാണ് ഫിക്സഡ് റെസിസ്റ്റേഴ്സ്. വാട്ട് യു മീൻ ബൈ ഫിക്സഡ് റെസിസ്റ്റർ ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, സോ ലീനിയർ റെസിസ്റ്റേഴ്സിലെ ഫസ്റ്റ് ടൈപ്പാണ് ഫിക്സഡ് റെസിസ്റ്റർ. ആ ഫിക്സഡ് റെസിസ്റ്ററിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തതിൽ ഫസ്റ്റ് ടൈപ്പാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ്. സോ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ദ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ആർ എ ബ്ലെൻഡ് ഓഫ് കാർബൺ പാർട്ടിക്കിൾസ്, ഗ്രാഫൈറ്റ് ആൻഡ് സിറാമിക് ഡസ്റ്റ് മിക്സ്ഡ് വിത്ത് എ ബൈൻഡർ സബ്സ്റ്റൻസ് ലൈക്ക് ക്ലേ. എന്താണ് കാർബൺ പാർട്ടിക്കിൾസ്? ഗ്രാഫൈറ്റ്, സിറാമിക് ഡസ്റ്റ്, ഇതെല്ലാം കൂടെ ഒരു ബൈൻഡർ സബ്സ്റ്റൻസ് അല്ലേ, എല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്നൊരു സബ്സ്റ്റൻസ്. അത് ക്ലേ പോലത്തെ അതിൽ മിക്സ് ചെയ്തെടുക്കും. Then this mixture is treated with high pressure and temperature. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ആ മിക്സ്ചർ എന്ത് ചെയ്യും? ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ട്രീറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ഉണ്ടാക്കുന്നത്. ഒരു മെത്തേഡും കൂടെ ഉണ്ട്, ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് കേട്ടോ അതിൽ. എന്താണ് ലാസ്റ്റ് സ്റ്റെപ്പാണ്? ആഫ്റ്റർ ദ ഹോൾ തിങ് ഈസ് മോൾഡഡ് ഇൻ എ കേസ് ആൻഡ് ലീഡ്സ് ആർ ഫിക്സ്ഡ്. ഓക്കെ, ഇത്രയും സ്റ്റെപ്സാണ്. ഇത്ര 3 സ്റ്റെപ്സ് അല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യും? കാർബൺ പാർട്ടിക്കിൾസും ഗ്രാഫൈറ്റും സിറാമിക് ഡസ്റ്റ് എല്ലാം കൂടെ ഒരു ബൈൻഡർ സബ്സ്റ്റൻസ്, അതായത് ഒരു ക്ലേ പോലത്തെ ഒരു സബ്സ്റ്റൻസിൽ മിക്സ് ചെയ്തിട്ട് ആ മിക്സ്ചറിനെ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ ട്രീറ്റ് ചെയ്യും. എന്നിട്ട് അതിനെന്ത് ചെയ്യും? ഒരു മോൾഡ് കേസിൽ വെക്കും. ആ മോൾഡ് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ട ആ ഷേപ്പിലുള്ള അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇഫ് ലീഡ്സ് വേണ്ടേ നമുക്ക് എന്തെങ്കിലും സർക്യൂട്ടിലൊക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അതിന് 2 ലീഡ്സ് വേണ്ടേ? സോ അതും കൂടെ ഫിക്സ് ചെയ്യും ആ മോളിനകത്ത്. അങ്ങനെയാണ് ഷേപ്പ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? കാർബൺ ആൻഡ് ബൈൻഡർ മിക്സ്ചർ മിക്സ് ചെയ്തതാണ് സെൻറ്റർ പോർഷനിൽ കാണിച്ചിരിക്കുന്നത്. മോൾഡൻ കേസാണ് പുറത്ത് കാണിച്ചിരിക്കുന്നത് ആ ഷേപ്പ്. ദെൻ ലീഡ്സ്, കാർബൺ കോമ്പോസിഷൻ്റെ ലീഡ്സ് ഫിക്സ് ചെയ്തിരിക്കണം. കളർ ബാൻഡ്സ് ആണ്. ഓരോ റെസിസ്റ്റൻസിനും ഓരോ കളർ ബാൻഡ്സ് ഉണ്ടാവില്ല. റെസിസ്റ്റൻസ് വാല്യൂ അനുസരിച്ച് കളർ ബാൻഡ്സ് മാറും. ഓക്കെ, ഇതാണ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സിൻ്റെ ഫോർമേഷൻ.
സെക്കൻഡ് ടൈപ്പാണ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. അതെങ്ങനെ ഫോം ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, എ വയർ വൗണ്ട് റെസിസ്റ്റർ ഈസ് ഫോംഡ് ബൈ വൗണ്ടിങ് എ വയർ മെയ്ഡ് അപ്പ് ഓഫ് എ റെസിസ്റ്റീവ് മെറ്റീരിയൽ അറൗണ്ട് എ കോർ. അതായത് പിക്ചറിൽ കണ്ടോ, ഒരു കോറിന് ചുറ്റും റെസിസ്റ്റീവ് വയർ വെച്ചിട്ട് വൗണ്ട് ചെയ്തിരിക്കുക, ചുറ്റിയിരിക്കുക. അങ്ങനെയാണ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. സോ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോർ എങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും? മെറ്റാലിക് കോർ ആയിരിക്കും, പക്ഷേ നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ ആയിരിക്കും. മെറ്റാലിക് കോർ ആയിരിക്കും, പക്ഷെ ആ മെറ്റൽ എന്തായിരിക്കും? നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ വെച്ച് ഉണ്ടാക്കിയിരിക്കും, അതായിരിക്കും ആ മെറ്റൽ. സോ ആ കോറ് മെറ്റാലിക് കോർ ആയിരിക്കും, പക്ഷെ ആക്ട് ആസ് എ നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽ. അതേസമയം റെസിസ്റ്റീവ് വയർ എന്തായിരിക്കും? അത് കണ്ടക്റ്റീവ് അല്ലേ, എന്നാലല്ലേ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടുള്ളൂ. സോ വയർ എങ്ങനത്തെ ടൈപ്പ് ആയിരിക്കും? കണ്ടക്ട് ചെയ്യുന്ന ടൈപ്പും. കോർ എങ്ങനത്തെ ആയിരിക്കും? നോൺ കണ്ടക്റ്റീവ് ആയിരിക്കും. പക്ഷേ കോറിനൊരു ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ടാവും കേട്ടോ. എന്നാലും കോർ എങ്ങനത്തെ ആയിരിക്കും? നോൺ കണ്ടക്റ്റീവും. വയർ കണ്ടക്റ്റീവും ആയിരിക്കും. ഓക്കെ. തേർഡ് ടൈപ്പാണ് തിക്ക് ഫിലിം റെസിസ്റ്റേഴ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, തിക്ക് ഫിലിം ആയിരിക്കും. അപ്പോൾ ഫിലിമിൻ്റെ തിക്നെസ് അനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ മാറുന്നു. അതാണ് തിക്ക് ഫിലിം റെസിസ്റ്റേഴ്സ്. ദർ ആർ 3 ടൈപ്സ്. ഏതൊക്കെയാണ്? ഫ്യൂസിബിൾ റെസിസ്റ്റേഴ്സ്, സെർമെറ്റ് ഫിലിം റെസിസ്റ്റേഴ്സ് ആൻഡ് മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റേഴ്സ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫ്യൂസിബിൾ റെസിസ്റ്റേഴ്സ്. ഫ്യൂസ് അല്ലേ, ഓവറായിട്ട് കറണ്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ സർക്യൂട്ട് ആവുന്നതാണല്ലേ വയർ കട്ടായിട്ട്. അതേപോലത്തെ ഒരു വർക്കിംഗ് തന്നെയാണ് ഫ്യൂസിബിൾ റെസിസ്റ്റേഴ്സിനും ഉള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൽ പിക്ചറിൽ കണ്ടില്ലേ, ഒരു സ്പ്രിങ് വയർ ഉണ്ടല്ലേ, സ്പ്രിങ് വയർ ഉണ്ട്. ആ സ്പ്രിങ് വയർ അവസാനം കണക്റ്റ് ആവുന്ന ഒരു എൻഡ് ക്യാപ്പിലാണ്. എൻഡ് ക്യാപ്പിൽ നിന്നാണ് ലീഡ്സിലേക്ക് പോകുന്നത്. പിന്നെ ഒരു പുറത്തൊരു മോൾട്ടൺ കേസുണ്ട്. സോ ഈ സ്പ്രിങ് വയറിൽ കൂടെയാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് എൻഡ് ക്യാപ്പിലെത്തുന്നു. എൻഡ് ക്യാപ്പിൽ നിന്ന് ലീഡ്സിലേക്ക് കൊടുക്കുന്നു. ഓക്കെ. സോ അങ്ങനെ കറണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് ഫ്ലോ കാരണം എന്തുണ്ടാവും? ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും അല്ലേ. ആ ഹീറ്റ് എൻഡ് ക്യാപ്പിൻ്റെ അവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ. അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വരുമ്പോൾ ഹീറ്റ് അങ്ങനെ കൂടി വരുമ്പോൾ എന്ത് പറ്റും? ഈ എൻഡ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു ലൈറ്റായിട്ടുള്ള മെറ്റലായിരിക്കും. അത് ഹീറ്റായി മെൽറ്റായി പോകും. അങ്ങനെ മെൽറ്റ് ആകുമ്പോൾ ഈ സ്പ്രിങ് വയറും ലൈഡ്സും തമ്മിലുള്ള കണക്ഷൻ ബ്രേക്കായി അല്ലേ, അവിടെ ഓപ്പൺ കണക്ഷനായി പോകും. കാരണം എൻഡ് ക്യാപ്പ് മെൽറ്റായിപ്പോയി. അപ്പോൾ എൻഡ് ക്യാപ്പാണല്ലോ സ്പ്രിങ് വയറിനെയും ലീഡ്സിനെയും കൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ എൻഡ് ക്യാപ്പ് മെൽറ്റായി പോയി കഴിഞ്ഞാൽ സ്പ്രിങ് വയറും ലീഡ്സും തമ്മിലുള്ള കണക്ഷൻ പോകുന്നു. അവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് പോലെ ആയിട്ട് കറണ്ട് ഫ്ലോ ഇല്ലാണ്ടാവും. സോ അതൊരു ഫ്യൂസ് പോലെയാണ് ആക്ട് ചെയ്യണം അല്ലേ. ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ കണക്ഷൻ ബ്രേക്ക് ആവണം. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് തിക്ക് ഫിലിം റെസിസ്റ്റർ. ഫസ്റ്റ് ടൈപ്പാണ് ഫ്യൂസിബിൾ റെസിസ്റ്റർ. സെക്കൻഡ് വൺ ഈസ് സെർമെറ്റ് ഫിലിം റെസിസ്റ്റേഴ്സ്. സെർമെറ്റ് എന്നുള്ള പേര് എങ്ങനെ കിട്ടിയറിയോ? രണ്ട് ഇതിൻ്റെ കോമ്പിനേഷനാണ്, രണ്ട് അലോയ്സിൻ്റെ കോമ്പിനേഷനാണ്. എന്തൊക്കെയാണ്? സിറാമിക്കും മെറ്റലും. സിറാമിക് ആൻഡ് മെറ്റൽ, അതിൻ്റെ കോമ്പോസിഷനാണ് സെർമെറ്റ്. സോ അങ്ങനെ കോമ്പോസിഷൻ ചെയ്യുമ്പോഴുള്ള മെയിൻ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ സിറാമിക്കിൻ്റെ അഡ്വാൻറ്റേജസും കിട്ടും, മെറ്റലിൻ്റെ അഡ്വാൻറ്റേജസും രണ്ടും കൂടെ ഈ റെസിസ്റ്ററിന് കിട്ടും. അങ്ങനെയുള്ള മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താ നോക്കാം. ഈ സിറാമിക്കിനുള്ള മെയിൻ അഡ്വാൻറ്റേജാണ് ഹൈ റെസിസ്റ്റൻസ്, ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസും ആൻഡ് വെയർ റെസിസ്റ്റൻസും. ഓക്കെ. സിറാമിക്കിനുള്ള മെയിൻ അഡ്വാൻറ്റേജാണ് ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ആൻഡ് വെയർ റെസിസ്റ്റൻസ്. അതിൻ്റെ കൂടെ മെറ്റലിൻ്റെ എന്ത് അഡ്വാൻറ്റേജ് കിട്ടും? ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇത് രണ്ടും കൂടെ മിക്സ് ആകുമ്പോൾ ആ അഡ്വാൻറ്റേജസ് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു റെസിസ്റ്ററാണ് സെർമെറ്റ് ഫിലിം റെസിസ്റ്റർ. ഓക്കെ. തേർഡ് വണ്ണാണ് മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റർ. മെറ്റൽ ഓക്സൈഡ് ഫിലിം റെസിസ്റ്റർ അതെങ്ങനെ ഫോം ചെയ്യണ? ബൈ ഓക്സിഡൈസിങ് എ തിക്ക് ഫിലിം ഓഫ് ടിൻ ക്ലോറൈഡ് ഓൺ എ ഹീറ്റഡ് ഗ്ലാസ് റോഡ്. അതായത് ഒരു ടിൻ ക്ലോറൈഡിൻ്റെ തിക്ക് ഫിലിം എടുക്കുക, അതിനെ ഓക്സിഡൈസ് ചെയ്യുക, എന്നിട്ട് എന്തുമ്മ വയ്ക്കുക? ഹീറ്റഡ് ഗ്ലാസ് റോഡിൽ വയ്ക്കുക. ആ ഗ്ലാസ് റോഡായിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുക? സബ്സ്ട്രേറ്റ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ. അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താ? ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഓക്കെ. അതിന് ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി, അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് ആണ് എന്താണ്?
ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ആൻഡ് ഹൈ വോൾട്ടേജസിലും ഈ റെസിസ്റ്റർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ എന്തായിരിക്കും, ഓപ്പറേറ്റിംഗ് നോയ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഹൈ ടെമ്പറേച്ചർ സ്റ്റെബിലിറ്റി ആൻഡ് ക്യാൻ ബി യൂസ്ഡ് അറ്റ് ഹൈ വോൾട്ടേജ് ആൻഡ് ഹാവ് ലോ ഓപ്പറേറ്റിംഗ് നോയ്സ്. ഓക്കെ, ഫിക്സഡ് റെസിസ്റ്ററിൽ ലാസ്റ്റ് ടൈപ്പാണ് തിൻ ഫിലിം റെസിസ്റ്റേഴ്സ്. ഓക്കെ, തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ്? തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് have a metallic film that is vacuum deposited on a insulating substrate. The thin film resistors are further divided into two types. Okay, എങ്ങനെയാണ് തിൻ ഫിലിം റെസിസ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്? ഒരു മെറ്റാലിക് ഫിലിം ഉണ്ടാവും, ദാറ്റ് ഈസ് വാക്യൂം ഡെപ്പോസിറ്റഡ് ആയിരിക്കും ഓൺ എ ഇൻസുലേറ്റഡ് സബ്സ്ട്രേറ്റ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ടൈപ്പ് തിൻ ഫിലിം റെസിസ്റ്ററിൽ ഫസ്റ്റ് ടൈപ്പാണ് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ്. കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സിൻ്റെ പിക്ചർ കണ്ടോ? എങ്ങനെയാണത് ഫോം ചെയ്യണത്? എ കാർബൺ ഫിലിം റെസിസ്റ്റർ ഈസ് മെയ്ഡ് ബൈ ഡെപ്പോസിറ്റിംഗ് എ കാർബൺ ഫിലിം ലെയർ ഓൺ എ സിറാമിക് സബ്സ്ട്രേറ്റ്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ തിൻ ഫിലിം എങ്ങനെയാണ്? മെറ്റാലിക് ഫിലിം ഓൺ ആൻ ഇൻസുലേറ്റിംഗ് സബ്സ്ട്രേറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ കാർബൺ ഫിലിം ആകുമ്പോൾ എങ്ങനെയായിരിക്കും? കാർബൺ ഫിലിം ലെയർ ആയിരിക്കും അല്ലേ ഡെപ്പോസിറ്റ് ചെയ്യുക? എന്തിൽ? സിറാമിക് സബ്സ്ട്രേറ്റിൽ. ഓക്കെ, സോ ഈ കാർബൺ ഫിലിം എന്തായിട്ട് ആക്ട് ചെയ്യും? റെസിസ്റ്റീവ് മെറ്റീരിയലിൽ സിറാമിക് സബ്സ്റ്റൻസ് ഇൻസുലേറ്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ടും ആക്ട് ചെയ്യും. കാർബൺ ഫിലിം എന്തായിട്ട് ആക്ട് ചെയ്യും? റെസിസ്റ്റീവ് മെറ്റീരിയലായിട്ടും. സിറാമിക് സബ്സ്റ്റൻസ് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇൻസുലേറ്റിംഗ് സബ്സ്റ്റൻസ് ആയിട്ടും. ഓക്കെ, പിക്ചറിൽ കണ്ടില്ലേ? കാർബൺ ഫിലിമും കാണിച്ചിട്ടുണ്ട്, സിറാമിക് സബ്സ്ട്രേറ്റും കാണിച്ചിട്ടുണ്ട്. കാർബൺ ഫിലിം റെസിസ്റ്റീവ് ആയിരിക്കും അല്ലേ, ഇൻ നേച്ചർ ആയിരിക്കും. സിറാമിക് എന്തായിരിക്കും? ഇൻസുലേറ്റിംഗ് ടൈപ്പ് ആയിരിക്കും. ഇനി രണ്ടറ്റത്തും എൻഡ് ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. എൻഡ് ക്യാപ്പ് എന്തായിരിക്കും? മെറ്റാലിക് ക്യാപ്പ് ആയിരിക്കും. അത് രണ്ട് എൻഡിലും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് കോപ്പർ ലെഡ്സ് ആണ് പുറത്തോട്ട് കൊടുത്തിരിക്കുന്നത്. കണക്റ്റിംഗ് ലീഡ്സ് എന്തായിരിക്കും? കോപ്പർ ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് കാർബൺ ഫിലിം റെസിസ്റ്ററിനെ കുറിച്ചുള്ളത്. ഫസ്റ്റ് ടൈപ്പ് തിൻ ഫിലിം റെസിസ്റ്ററിൻ്റെ ഫസ്റ്റ് type of thin film resistor is metallic film resistors. So we can see the picture. There is a metal film and ceramic substrate and two end caps. Okay, so ഇതൊരു തിൻ ഫിലിമിൻ്റെ എക്സാമ്പിളാണ് അല്ലെങ്കിൽ ടൈപ്പാണ് മെറ്റൽ ഫിലിം റെസിസ്റ്റർ. അതിലെ മെറ്റൽ ഫിലിം ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റാലിക് സബ്സ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ നിക്കൽ ക്രോമിയാണ്. ഓക്കെ, a metallic film is made up of a substance such as nickel chromium. ഓക്കെ, അതേസമയം നമ്മൾ നേരത്തെ മെറ്റൽ ഓക്സൈഡ് റെസിസ്റ്റേഴ്സ് പഠിച്ചല്ലേ, അതിൽ നമ്മൾ എന്തായിരുന്നു യൂസ് ചെയ്തിരുന്നത്? ടിൻ ഓക്സൈഡ് അല്ലേ. ഇവിടെ നിക്കൽ ക്രോമിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ മെറ്റൽ ഫിലിമായിട്ട് യൂസ് ചെയ്യുന്നത് നിക്കൽ ക്രോമിയം. സോ ദീസ് ആർ ദ ടൈപ്സ് ഓഫ് ലീനിയർ ഫിക്സഡ് റെസിസ്റ്റേഴ്സ്. നെക്സ്റ്റ് വൺ ആണ് ലീനിയർ വേരിയബിൾ റെസിസ്റ്റർ. ആ പേരിൽ തന്നെ നമുക്കറിയാം അല്ലേ, വേരി ചെയ്യാൻ പറ്റും അല്ലേ, റെസിസ്റ്റർ വാല്യൂ വേരി ചെയ്യാൻ പറ്റും. സോ വാല്യൂസ് ക്യാൻ ബി ചേഞ്ച്ഡ് ത്രൂ എ ഡയൽ, നോബ്, എ സ്ക്രൂ ഓർ മാനുവലി ബൈ എ പ്രോപ്പർ മെത്തേഡ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് മാനുവലി തിരിച്ചിട്ടോ അല്ലെങ്കിൽ ഡയൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചെറിയ സ്ക്രൂ ഒക്കെ ഉണ്ടാവും അല്ലേ, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് വേരിയബിൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റേഴ്സ്. ഓക്കെ, വേരിയബിൾ റെസിസ്റ്റേഴ്സിൻ്റെ 3 ടൈപ്സ് ആണ്. ഫസ്റ്റ് വൺ പൊട്ടൻഷ്യോമീറ്റർ, സെക്കൻഡ് വൺ റിയോസ്റ്റാറ്റ്, തേർഡ് വൺ പ്രീസെറ്റ്സ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പൊട്ടൻഷ്യോമീറ്റർ എന്താണെന്ന് നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ എന്താണ്? ഒരു 3 ടെർമിനൽ ഡിവൈസ് ആണ് അല്ലേ. ഓൾറെഡി പിക്ചറിൽ കാണല്ലേ 3 ടെർമിനൽ. ഒന്ന് VCC, നെക്സ്റ്റ് വൺ സിഗ്നൽ, തേർഡ് വൺ ഗ്രൗണ്ട്. ഓക്കെ, so it's a 3 terminal device which is used to control the level of voltage in the circuit. ഒരു സർക്യൂട്ടിലുള്ള വോൾട്ടേജിൻ്റെ ലെവലിനെ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? പൊട്ടൻഷ്യോമീറ്റർ. സോ അതുതന്നെയാണ് നമ്മൾ വേരിയബിൾ റെസിസ്റ്ററിൻ്റെ എക്സാമ്പിളാണ്. അതായത് വേരി ചെയ്യാൻ പറ്റില്ല, റെസിസ്റ്റൻസ് വാല്യൂ വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൽ VCC, ഗ്രൗണ്ട്, ആ 2 ടെർമിനലിലും റെസിസ്റ്റൻസ് വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ ഇതില്ലേ, സെൻറ്റർ പോർഷനിലെ സിഗ്നൽ, അതിലാണ് നമുക്ക് വേരിയബിൾ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടുക.
ഓക്കെ. അതിൽ നമ്മൾ മുകളിൽ ആ ഒരു സ്ക്രൂ പോലത്തെ ഇത് കണ്ടോ, അതിങ്ങനെ തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് വൈപ്പർ ഇങ്ങനെ വാല്യൂസ് റീഡ് ചെയ്യും. ഓക്കെ, ഡിഫറെൻറ്റ് വാല്യൂസ് അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. സോ ഇറ്റ്സ് എ 3 terminal device which is used to control the level of voltage in the circuit. അതാണ് മെയിൻ യൂസ് പൊട്ടൻഷ്യോമീറ്ററിൻ്റെ. നെക്സ്റ്റ് വൺ എന്താണ്? റിയോസ്റ്റാറ്റ് അല്ലേ. റിയോസ്റ്റാറ്റിൽ എന്താണ്? റിയോസ്റ്റാറ്റ് എന്ന് പറയുന്നത് ഒരു 2 terminal ഓർ 3 terminal ഡിവൈസ് ആയിരിക്കും. ഒന്നില്ലെങ്കിൽ 2 terminal ആയിരിക്കും, അല്ലെങ്കിൽ 3 terminal ഉള്ള ഡിവൈസ് ആയിരിക്കും. ഈ പിക്ചറിൽ ഞാൻ 3 terminal ആണല്ലേ കാണിച്ചിരിക്കുന്നത്. ടെർമിനൽ എ, ടെർമിനൽ ബി ആൻഡ് ടെർമിനൽ സി. ഓക്കെ, അതിൽ എന്തുണ്ടാവും? ഒരു സ്ലൈഡിങ് കണക്ട് കണ്ടോ, അതങ്ങനെ ആ കോയിൽ വയറിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോഴാണ് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുന്നത്. റെസിസ്റ്റൻസ് വാല്യൂ ഡിഫറെൻറ്റ് കിട്ടുന്ന കോയിൽ ഓഫ് വയറിലൂടെ സ്ലൈഡിങ് കണക്റ്റ് കണ്ടോ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. അത് സ്ലൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടുന്നത്. ഓക്കെ, റിയോസ്റ്റാറ്റിന് വേറെ 2 പേരും കൂടെ ഉണ്ട്. എന്താണ്? ടേപ്ഡ് റെസിസ്റ്റർ ഓർ വേരിയബിൾ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. നേരത്തെ നമ്മൾ ഫിക്സഡ് റെസിസ്റ്റേഴ്സിലും ഒരു വയർ വൗണ്ട് പഠിച്ചായിരുന്നല്ലേ. ഇത് വേരിയബിൾ വയർ വൗണ്ട് റെസിസ്റ്റർ എന്നും കൂടെ ഈ റിയോസ്റ്റാറ്റിനൊരു നെയിമുണ്ട്. ഓക്കെ, ഇത് ഒന്നില്ലെങ്കിൽ 2 terminal ആയിരിക്കും, അല്ലെങ്കിൽ 3 terminal ഡിവൈസ്. ഇവിടെ ഞാൻ പിക്ചറിൽ തന്നിരിക്കുന്ന 3 terminal ഡിവൈസാണ്. ഓക്കെ, നെക്സ്റ്റ് വന്നത് എന്താണ്? പ്രീസെറ്റ്സ് അല്ലേ. പ്രീസെറ്റ്സ് എന്താണ്? അതും വേരിയബിൾ റെസിസ്റ്റൻസ് തന്നെയാണ്, പക്ഷേ വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ദ കേസ് ഓഫ് വേരിയേഷൻ ഓഫ് റെസിസ്റ്റൻസ് ഈസ് നോട്ട് ഡൺ ഫ്രീക്വൻ്റ്ലി നമുക്ക് റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് പ്രീസെറ്റ്സ്. ഓക്കെ, നമുക്കിപ്പോൾ എപ്പോഴെപ്പോഴും വാല്യൂ മാറ്റണ്ടെന്ന് വിചാരിച്ചോ റെസിസ്റ്റൻസിൻ്റെ, അപ്പോൾ യൂസ് ചെയ്യുന്നതാണ് പ്രീസെറ്റ്സ്. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ ആ പിക്ചറിൽ സെൻറ്ററിൽ വൈറ്റ് പോർഷൻ്റെ അവിടെ കണ്ടോ, അവിടെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമ്മൾ തിരിക്കുമ്പോഴാണ് വാല്യൂസ് മാറുന്നത്. ഓക്കെ, ദീസ് ആർ ദ 3 types ഓഫ് വേരിയബിൾ റെസിസ്റ്റേഴ്സ്. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ലീനിയർ റെസിസ്റ്റേഴ്സാണ്. ലീനിയർ റെസിസ്റ്റേഴ്സിൻ്റെ 2 types ഏതൊക്കെയാണ്? ഫിക്സഡും വേരിയബിൾ റെസിസ്റ്റേഴ്സ്. സോ നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ്. നോൺ ലീനിയർ റെസിസ്റ്റേഴ്സ് എന്തായിരിക്കും? ലീനിയർ റെസിസ്റ്റർ എന്തായിരുന്നു? ഓംസ് ലോ ഒബേ ചെയ്യും അല്ലേ. സോ നോൺ ലീനിയർ എന്തായിരിക്കും? ഓംസ് ലോ ഒബേ ചെയ്യില്ല. സോ കറണ്ട് ഈസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അപ്ലൈഡ്. ഓക്കെ, പിന്നെ അതിൽ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? ചേഞ്ച് വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഓർ അപ്ലൈഡ് വോൾട്ടേജ്. ഒന്നല്ലെങ്കിൽ അവിടുത്തെ ടെമ്പറേച്ചർ മാറുമ്പോൾ, അല്ലെങ്കിൽ അപ്ലൈഡ് വോൾട്ടേജ് മാറ്റുമ്പോൾ മാത്രമാണ് റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാതെ കറണ്ട് ഫ്ലോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജ് അല്ല നോൺ ലീനിയറിൻ്റെ കേസിൽ. ഓക്കെ, സോ ഓംസ് ലോ ഒബേ ചെയ്യില്ല. അതിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് തെർമിസ്റ്റേഴ്സ്. തെർമിസ്റ്റർ എന്താണ്? തെർമിസ്റ്റർ ഈസ് എ 2 terminal device which is very sensitive to temperature. ഓക്കെ, ടെമ്പറേച്ചറിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. ചെറിയ ചേഞ്ച് പോലും അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ചെയ്യും. സോ ദിസ് ഈസ് നോൺ ലീനിയർ റെസിസ്റ്ററിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് തെർമിസ്റ്റർ. നോൺ ലീനിയറിലെ സെക്കൻഡ് ടൈപ്പാണ് വാരിസ്റ്റേഴ്സ് ഓർ VDR ഫുൾ ഫോം വോൾട്ടേജ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. സോ പേര് തന്നെ അറിയാം അല്ലേ, എന്താണ്? വോൾട്ടേജിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ചേഞ്ച് ആവുന്നത്. സോ ഇതെന്തിനാ മെയിൻലി യൂസ് ചെയ്യണേ? ടു എലിമിനേറ്റ് ദ ഹൈ വോൾട്ടേജ് ട്രാൻസിയൻസ്. നമ്മുടെ ഹൈ വോൾട്ടേജ് വരുമ്പോൾ സർക്യൂട്ട്സിന് വരുന്ന ഡാമേജ് ഒക്കെ ഇല്ലേ, അതിൽ നിന്നൊക്കെ സർക്യൂട്ട്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ it is used to protect circuit from destructive voltage spikes. Okay, so it's a voltage dependent resistor or varistor which is used to eliminate the high voltage transients. അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ചേഞ്ചസിനെ എലിമിനേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ പറയാം, പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് LDR. LDR മീൻസ്
light dependent resistor. Light dependent resistor. അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടെയാണ് ഫോട്ടോ റെസിസ്റ്റർ. ഫോട്ടോ റെസിസ്റ്റർ ഓർ ഫോട്ടോ കണ്ടക്റ്റീവ് സെൽ. ഇതെല്ലാം എൽ ഡി ആറിൻ്റെ മറ്റ് പേരുകളാണ് കേട്ടോ. മെയിനായിട്ട് എൽ ഡി ആർ പഠിച്ചാൽ മതി. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റേഴ്സ് ഓർ ഫോട്ടോ റെസിസ്റ്റർ. അത് മെയിൻലി എങ്ങനെയാണ് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത്? ഓക്കെ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലേ, ലൈറ്റ് ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചായിരിക്കും അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂവിൽ ചേഞ്ച് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ടാണ് അതിനെ ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, these are the types of non-linear resistors. So in this class we studied about types of resistors. Basically two types. What are they? Linear resistors and non-linear resistors. Then linear resistors are again classified into fixed resistors and variable resistors. Then fixed resistors are again classified into four: carbon composition resistors, wire wound resistors, thick film resistors and thin film resistors. Okay, these are the classification of fixed resistors. Then we studied variable resistors. What are the different types of variable resistors? Yes, potentiometer, rheostat and presets. Okay, then we studied non-linear resistors, that are thermistor, varistors or voltage dependent resistors, and last one is LDR or light dependent resistors. These are we discussed in this lecture. Okay, thank you.